ഞാനും ഡ്രീം കേക്ക് ഉണ്ടാക്കിയേ. പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചിക്കൂസ് ഡേ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം അത് തന്നെയാണ് ചെയ്തത്. നല്ല പെർഫെക്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി നോക്കിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് എഗ്ഗ്, വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ, കേർഡ്, ഷുഗർ പൗഡർ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ, കൊക്കോ പൗഡർ, സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ് അതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഈ എന്ന് പറയാ നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് കട്ട കൂടാണ്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ മുട്ടയൊന്നും ഞാൻ ഹാൻഡ് ബ്ലെൻഡ് എന്താ പറയുക നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ ഒന്നും വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടില്ലേ, ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തത്. നമ്മുടെ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തേണ്ടത്. അതിൻ്റെ ആവശ്യമുള്ളൂ. അത്ര അങ്ങനെ വലിയ ഒരുപാട് അതിന് ഇതാവേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഡ്രീം കേക്ക് എന്ന് പറയുമ്പോൾ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ഈ പൗഡറിന്റെ മിക്സ് ഉണ്ടല്ലോ, ഈ മുട്ടയുടെ മിക്സിലേക്ക് എടുത്തിട്ട് ഈ ബീറ്റർ തന്നെ വെച്ചിട്ട് ഈ ഹാൻഡ് ബീറ്റർ തന്നെ വെച്ചിട്ട് ഞാൻ നന്നായി വെച്ചിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുത്ത് കട്ട കൂടാണ്ട് അതാക്കി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നല്ല തള ഇങ്ങോട്ട് വരുന്ന ആ സമയത്തുള്ള തിളച്ചിങ്ങോട്ട് വരുന്ന തള വന്നിട്ടില്ല. അപ്പം അത്ര ചൂടുള്ള ആ വെള്ളം ഉണ്ടല്ലോ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിച്ചു. എനിക്ക് ഡ്രീം കേക്കിന്റെ ബാറ്റർ കുറച്ച് ലൂസായിട്ട് ഉണ്ടാവുക അത്ര. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കൺസിസ്റ്റൻസി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് ഒഴിച്ചത്. അതെടുത്തൊഴിച്ചതിന് ശേഷം ഞാൻ കേക്ക് ട്രേയിലേക്ക് ഈ മിക്സ് എടുത്ത് ഒഴിച്ചിട്ട് സ്റ്റൗവിൻ്റെ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. ഒരു 15 to 20 മിനിറ്റ്സിൽ എൻ്റെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേസ് റെഡിയായി. നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ബേസ് റെഡിയായി, അങ്ങനെ വേണം പറയാനായിട്ട്. കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിലല്ല ആയിട്ട് പറയാം. പെർഫെക്റ്റ് ആയിരുന്നു. ഈ കേക്ക് തന്നെ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിന്റെ പൊടിയൊക്കെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതിന് ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആണ്. നമുക്കിത് ചോക്ലേറ്റ് കേക്ക് പോലെ അങ്ങനെ നമ്മുടെ സ്പഞ്ച് പോലെ കഴിക്കാം നമുക്ക്, കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിന്റെ ഓരോരോ ലെയറുകളായിട്ട് ഫസ്റ്റ് എടുത്ത് ഞാൻ ഇടയ്ക്ക് ഒഴിച്ചത് ഷുഗർ സിറപ്പ്. ആ ഷുഗർ സിറപ്പിന്റെ ലെയർ ആക്ച്വലി ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ അത് വീഡിയോ എടുത്തപ്പോൾ വന്നില്ല, അതിൽ അത് പെട്ടില്ല തോന്നുന്നു, എന്തോ മിസ്റ്റേക്ക് വന്നത്, റെക്കോർഡ് ആയില്ല തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷുഗർ സിറപ്പ് ഞാനൊരു 3 ടീസ്പൂൺ ഷുഗറിലേക്ക് ഒരു കപ്പ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഷുഗർ പാനി പോലെ നമ്മുടെ പഞ്ചസാര പാനി പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അതാണ് ഇത് കേക്ക് സോക്ക് ചെയ്തത്. അതിലേക്ക് അത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം 2 മിനിറ്റാണ് സെറ്റായി വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ലെയറുകൾ സെറ്റ് ചെയ്തത്. ഞാൻ സെറ്റ് ചെയ്തെടുത്തത് തന്നെ നമ്മുടെ ഈ കേക്ക് ട്രേയിൽ തന്നെയാണ് കേട്ടോ. ഓരോരോ ലെയറായിട്ട് അത് ലെയറായിട്ട് ഫസ്റ്റ് ഒരു ലെയർ ഞാൻ ചോക്ലേറ്റ് ലെയറാണ്. ചോക്ലേറ്റ് ലെയറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 1 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഒരു കട്ടയില്ലാണ്ട് ആ എന്താ പറയുക കോൺഫ്ലവർ നന്നായി മിക്സ് ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 25 ഗ്രാം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് കോമ്പൗണ്ടും ഇടുക. വൈറ്റ് ചോക്ലേറ്റ് ചിക്കൂസ് ഡേനിൽ ചേച്ചി കുറച്ച് വില കൂടിയ ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഡയറി മിൽക്ക് എടുത്താലും മതിയെന്ന്. ഞാൻ ഡയറി മിൽക്ക് എടുത്ത് ഫാമിലി പാക്ക് ഒരെണ്ണം മേടിച്ചിട്ട് അതാണ് മിക്സ് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തള വരണ സമയത്ത് ഞാനത് ഓഫ് ചെയ്തു. അങ്ങനെ ബ്ലം ബ്ലം സൗണ്ട് വരുള്ളൂ, അപ്പോൾ അത് ഓഫ് ചെയ്തു. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് എനിക്ക് കിട്ടുകയും ചെയ്ത്. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീമിന്റെ ലെയർ എടുത്ത് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 10 ഗ്രാമോളം ഈ ഡയറി മിൽക്ക് തന്നെ ഒന്ന് മെൽട്ടാക്കി എടുത്ത് അതിൽ മിക്സ് ചെയ്തു. എന്നിട്ട് അത് വിപ്പിംഗ് ക്രീമിലേക്ക് മിക്സ് ചെയ്തിട്ട് തണുത്തിട്ട് ഈ ചോക്ലേറ്റ് തണുത്തിട്ട് എനിക്ക് മിക്സ് ചെയ്യാവുള്ളൂ. കാരണം വിപ്പിംഗ് ക്രീം നല്ല തണുത്തതല്ലേ, ഈ ചോക്ലേറ്റും തണുത്തിട്ടേ മിക്സ് ചെയ്യാവുള്ളൂ. എന്നിട്ട് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഷുഗർ സിറപ്പ് എടുത്ത് സോക്ക് ചെയ്ത് വെച്ചു. ഒരു 2 മിനിറ്റ് സെറ്റായതിനു ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീമിന്റെ ലെയർ ഇട്ടു. ഓരോ ലെയർ ഇടുമ്പോഴും ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ച് 1 മിനിറ്റ് വെക്കണ്ടായിരുന്നു, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ മിക്സായി പോകണ്ട വിചാരിച്ചിട്ട്. എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ്, അത് അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയണത്. എന്നിട്ട് ഞാൻ അതിലേക്ക് വിപ്പിംഗ് ക്രീമിന്റെ ലെയർ ഇട്ടതിന് ശേഷം ചോക്ലേറ്റിന്റെ ലെയർ ഇട്ടു. ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനൊരു 4th ലെയറായിട്ട് ഇട്ടത് ഞാൻ നമ്മുടെ ഡയറി മിൽക്ക് മെൽട്ടാക്കിയിട്ട് അതാണ് 4th ലെയറായിട്ടത്. നന്നായി സ്പ്രെഡാക്കി കൊടുത്ത് ലാസ്റ്റ് ഞാൻ 5th ലെയറായിട്ട് കൊക്കോ പൗഡർ ഇട്ടു. കൊക്കോ പൗഡർ നന്നായിട്ട് നമ്മുടെ അരിപ്പ വെച്ചിട്ട് സ്പ്രെഡാക്കി കൊടുത്തു. ചായയുടെ അരിപ്പുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. സ്പ്രെഡാക്കി കൊടുത്തു. 5th ലെയറും റെഡി. പെർഫെക്റ്റ് ഡ്രീം കേക്കാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, അത് നല്ല ഉറപ്പാണ്.
നമ്മൾ ഭംഗിയുള്ള പാത്രമൊന്നും ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഈ കേക്ക് ട്രേയിൽ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ. കുറെ ഭംഗിയുള്ള പാത്രം നമുക്ക് വേണം നിർബന്ധം. ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടാണ് ട്രൈ ചെയ്തത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് വരും ചെയ്തു. ഇത് ഞാനിവിടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് കേക്ക് കട്ട് ചെയ്തതിന്റെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, സപ്പോർട്ട് ചെയ്യണേ.